കസക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാർച്ചിൽ നമ്മൾ ഫാമിലിയായിട്ട് ദുബായിൽ നിന്ന് കസക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് നടത്തിയിട്ടുള്ള 6 ദിവസത്തെ ട്രിപ്പിൻ്റെ കിടിലൻ ഐറ്റിനറിയും വിശേഷങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മളൊരു ടൂർ കമ്പനിയുടെ പാക്കേജും കാര്യങ്ങളും ഫുള്ളായിട്ട് ബുക്ക് ചെയ്യാതെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു ഐറ്റിനറി നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് പോയിട്ടുള്ള കിടിലൻ ഒരു ട്രിപ്പായിരുന്നു നമ്മുടെ കസക്കിസ്ഥാൻ ട്രാവൽ സീരീസിൽ വന്നിട്ടോ. അതിൻ്റെ ഐറ്റിനറിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ SR വ്ളോഗ്സ് ദുബായിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ പറഞ്ഞതുപോലെ ഫാമിലി ആയിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. നമ്മൾ ദുബായിൽ നിന്നാണ് ട്രാവൽ ചെയ്തത്. അതുകൊണ്ട് ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ദുബായിൽ നിന്നുള്ളതായിരിക്കും നമ്മൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ ദിവസം നമ്മൾ ദുബായിൽ നിന്ന് കസക്കിസ്ഥാനിലോട്ട് യാത്ര ചെയ്യുകയാണ്. നമുക്ക് ആക്ച്വലി ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് അബുദാബിയിൽ നിന്നാണ്. വിസ് എയറിൻ്റെ ഫ്ലൈറ്റിലാണ് നമ്മൾ പോയത്. ഇതിന് പ്രൈസും കാര്യങ്ങളൊക്കെ എത്ര വന്നു എന്നുള്ളത് നമ്മൾ ബഡ്ജറ്റിൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കയറി നോക്കിയാൽ മതി കേട്ടോ. ഒന്നാമത്തെ ദിവസം നമ്മൾ ദുബായിൽ നിന്ന് പുറപ്പെട്ട് RTAയുടെ ഒരു ബസ്സിലാണ് നമ്മൾ അബുദാബി വരെ പോയത്. RTAയുടെ ബസ്സിൽ ദുബായിൽ നിന്ന് പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ മണിക്കൂർ കൂടുമ്പോൾ മാത്രമേ നമുക്ക് ദുബായിൽ നിന്ന് അബുദാബി എയർപോർട്ടിലേക്ക് ബസ്സുള്ളൂ. നമ്മൾ തന്നെ ജസ്റ്റ് എത്തിയപ്പോഴത്തേക്കും ഒരു ബസ് മിസ്സായി. നമ്മൾ ഏകദേശം 1 അവർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മളൊരു ടൈറ്റ് ഷെഡ്യൂളൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ അബുദാബി എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റൊക്കെ കയറി നമ്മൾ അൽമാട്ടീനെ ലക്ഷ്യമായിട്ട് പോകാൻ കേട്ടോ. നമ്മൾ അൽമാട്ടിയിലേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അന്നേ ദിവസം രാത്രി ഒരു ഏകദേശം 7:30 കൂടിയിട്ട് നമ്മൾ അൽമാട്ടിയിൽ എത്തുന്നു. അൽമാട്ടി എയർപോർട്ടിൽ ചെന്ന് നമ്മളവിടെ കറൻസി എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പുതിയ സിമ്മും കണക്ഷനൊക്കെ എടുത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള യാൻഡെക്സിൻ്റെ ആപ്പ്, നിങ്ങൾ കസക്കിസ്ഥാനിലേക്ക് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ആപ്പുകളുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ യാൻഡെക്സ് ആപ്പ് വഴിയാണ് നമ്മൾ ടാക്സി, ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ബുക്ക് ചെയ്യുന്നത്. കാരണം അവിടെ ചെല്ലുമ്പോൾ തന്നെ അതൊരു ചെറിയ എയർപോർട്ടാണ് അൽമാട്ടി എയർപോർട്ട്. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് പ്രൈവറ്റ് ടാക്സിക്കാരൊക്കെ വന്ന് നമ്മൾ അപ്രോച്ച് ചെയ്യും. പക്ഷേ നമ്മൾ ടൂറിസ്റ്റ് ആയതുകൊണ്ടും നമുക്ക് അവിടുത്തെ പ്രൈസും ഭാഷയും അറിയാത്തതുകൊണ്ടും പലപ്പോഴും അവർ നമ്മളതിനെ പറ്റിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ യാൻഡെക്സിൻ്റെ ആപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാക്റ്റ് എമൗണ്ട് എത്രയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് അതിനകത്ത് ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ അൽമാട്ടി എയർപോർട്ടിൽ ഏകദേശം 7:45 ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് യാൻഡെക്സിൻ്റെ ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ദിവസം താമസിക്കാൻ പോകുന്നത് റെനിയൻസൻസ് റെസിഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലാണ്. ഏകദേശം എയർപോർട്ടിൽ നിന്നൊരു 10-15 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഒരു 4 സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നു, ചെക്ക് ഇൻ ചെയ്യുന്നു. അന്ന് രാത്രി നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഡേ 1 ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി ഡേ 2 നമ്മൾ ചെയ്യുന്നത് രാവിലെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞ പോലെ യാൻഡെക്സിൽ ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഷിംബുലാക്ക് സ്കീ റിസോർട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഷിംബുലാക്ക് സ്കീ റിസോർട്ടിലേക്ക് എത്തിച്ചേരും കേട്ടോ. അവിടെ നമ്മൾ രാവിലെ ഒരു 9 മണിക്കാണ് സ്കീ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവുക. അപ്പോൾ നമ്മൾ ഒരു 9 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു 3 to 4 hours നമുക്ക് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. അവിടെ 3 ലെവലിലൊക്കെ നമുക്ക് കേബിൾ കാറിൽ പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റും ചാർജൊക്കെ നമ്മൾ ബഡ്ജറ്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളവിടെ ചെന്നു ഈ കേബിൾ കാറിൽ ട്രാവൽ ചെയ്ത് 3 ലെവലിലും പോയി അവിടെ ചെന്ന് കിടിലനായിട്ട് കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് മഞ്ഞിൽ നമ്മൾ ഒരുപാട് സമയം എൻജോയ് ഒക്കെ ചെയ്തു കേട്ടോ. അവിടെ ഏറ്റവും മുകളിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു ഡ്രോൺ ഷോട്ടിൽ കസക്കിസ്ഥാൻ്റെ ആ ഒരു ഷിംബുലാക്കിൻ്റെ മുഴുവൻ വ്യൂവും വരുന്ന രീതിയിൽ മഞ്ഞുമലകളൊക്കെ ഫുള്ള് വരുന്ന രീതിയിൽ ഒരു ഡ്രോൺ ഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് അവർ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യുന്ന പ്രൈവറ്റ് പാർട്ടീസ് എടുക്കുന്ന വീഡിയോ ആണ്. ആ വീഡിയോ ഒക്കെ കാണാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കസക്കിസ്ഥാൻ ട്രാവൽ സീരീസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് കയറി നോക്കിക്കോ. അങ്ങനെ നമ്മൾ ഷിംബുലാക്കിൽ ഏകദേശം 3-4 hours ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മൾ നെക്സ്റ്റ് 2 days നമ്മളൊരു കസക്കിസ്ഥാൻ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള അമേസിങ് ലൊക്കേഷൻസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോക്കൽ ടൂർ ഏജൻസിയുടെ കൂടെ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. അവിടെയുള്ള ലോക്കൽ ടൂർ ഏജൻസിയുടെ കൂടെ 2 ദിവസത്തെ ട്രിപ്പ് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ഓഫീസിലേക്ക് പോകുന്നു. അതിനുശേഷം നമ്മൾ ഹോട്ടലിൽ പോയി ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കൊക്തോബെ എന്ന് പറഞ്ഞൊരു സ്ഥലം കാണാൻ പോകുന്നു. അത് ഏകദേശം അവിടെ നിന്നൊരു 10-15 മിനിറ്റ് നമുക്ക് ടാക്സിയിൽ ട്രാവൽ ചെയ്യാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യാൻഡെക്സിൻ്റെ ആപ്പിൽ നമ്മൾ ടാക്സി ബുക്ക് ചെയ്ത് കൊക്തോബയിൽ പോകുന്നു. കൊക്തോബയിൽ നമുക്ക് കേബിൾ കാർ ഉണ്ട്. അതിൻ്റെ ടിക്കറ്റും പ്രൈസൊക്കെ നമ്മൾ ബഡ്ജറ്റിൻ്റെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടാവാം. കൊക്തോബയിൽ നമ്മൾ പോകുന്നു. കൊക്തോബയിൽ പോയി കേബിൾ കാറിൽ പോകുന്നു. അവിടെയും ഇതുപോലെ തന്നെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മഞ്ഞുമലയും ബാക്ക്ഗ്രൗണ്ടൊക്കെ കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ അവരുടെ ട്രഡീഷണൽ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. അതിനും എക്സ്ട്രാ ചാർജ് ഉണ്ട് കേട്ടോ. അതും നമ്മളെടുത്തു. പിന്നെ അവിടെ ഒരുപാട് കുട്ടികൾക്കുള്ള ഗെയിംസ്, കാര്യങ്ങൾ, ആക്ടിവിറ്റി പരിപാടികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ അബായ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അവരൊരു തനത് ട്രഡീഷണൽ റെസ്റ്റോറൻറ്റ് പോകുന്നു. അവിടെ പോയി നമ്മൾ ഒരുപാട് വെറൈറ്റി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് ഏകദേശം ഒരു 5:30-6 മണിയോട് കൂടി നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ ചെന്നു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് രാത്രിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 2 ദിവസത്തെ വില്ലേജ് ട്രിപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡേ 2ൻ്റെ ഈവനിങ് നമ്മൾ തിരിച്ച് ഹോട്ടലിൽ ചെല്ലുന്നു, കുളിച്ച് ഫ്രഷ് ആവുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഹോട്ടൽ ചെക്ക് ഔട്ട് ചെയ്തിട്ട്
നമ്മൾ നേരത്തെ പേയ്മെൻറ്റ് ചെയ്ത ട്രാവൽ ഏജൻസി പറഞ്ഞിട്ടുള്ള പിക്കപ്പ് ലൊക്കേഷൻ, അത് അവിടെ സർക്കസ് നടക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ ആൽമാട്ടിയിലുള്ളത്. ആ ലൊക്കേഷനിലേക്ക് നമ്മൾ ചെല്ലും. ഇവിടെ നിന്ന് രാത്രി 9:30-ക്കാണ് നമ്മൾക്ക് ബസ് പുറപ്പെടുന്നത്. ഇതൊരു ഗ്രൂപ്പ് ടൂറാണ്. 9 മണിയോട് കൂടിയിട്ട് നമ്മൾ പറഞ്ഞ ആ ഒരു ലൊക്കേഷനിൽ ചെല്ലുന്നു. അവിടെ നമ്മുടെ ബസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ലോക്കൽ ട്രിപ്പ് ഏതാണ്, അവരെ ബുക്ക് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഏതാണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് ഏതാ പാർട്ടി എന്നുള്ളത്. ഒരു 10-50 പേരടങ്ങുന്ന ഒരു വലിയ ഗ്രൂപ്പാണ് ഇത് വരുന്നത്. പക്ഷേ നിങ്ങൾ ഈ ഒരു ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ, ഈ ഒരു ലോക്കൽസിന് കൂടി ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 9 മണിക്ക് നിങ്ങളോട് അവിടെ ചെക്ക് ഇൻ പോയിന്റിൽ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 8-8:15 കൂടിയിട്ട് നിങ്ങൾ എത്തുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് ബസ്സിൽ പിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മുടെ കഷ്ടകാലത്തിന് നമ്മൾ എത്തിയപ്പോഴത്തേക്കും ബാക്കി എല്ലാ ആളുകളും സീറ്റ് പിടിച്ചിട്ട് നമ്മൾ 4 ആളുകളും 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള സീറ്റുകളിലാണ് ഇരുന്നത്. നമുക്ക് അവിടെ ചെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി സീറ്റ് മാറ്റിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം 80-90% ആളുകളും റഷ്യക്കാരായിരിക്കും, അല്ലെങ്കിൽ റഷ്യൻ ഭാഷ മാത്രം സംസാരിക്കുന്ന ആളുകളായിരിക്കും. അവർ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണമെന്നില്ല. പിന്നെ അവരോട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി സീറ്റ് മാറ്റുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. കാരണം അന്ന് രാത്രി 9:30 തൊട്ട് പുലർച്ചെ ഏകദേശം 2:30-3 മണി വരെ നമ്മൾ ആ ബസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പറഞ്ഞ ടൈമിൽ തന്നെ കറക്റ്റായിട്ട് അവർ 9:30-ക്ക് അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. നമ്മൾ ഏകദേശം പുലർച്ചെ ഒരു 2:30-3 മണിയോട് കൂടിയിട്ട് നമ്മൾ സാറ്റി വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള കസക്കിസ്ഥാൻ്റെ തനതായിട്ടുള്ളൊരു വില്ലേജ്, ഏകദേശം ഒരു 10-300 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മളവിടെ എത്തുന്നത്. ഒരു മൗണ്ടൻ ഏരിയ മുഴുവൻ കയറി ഒരു മലയുടെ അപ്പുറത്തെ സൈഡിലോട്ടാണ് നമ്മൾ വരുന്നത് കേട്ടോ. കിടിലനായിട്ടുള്ളൊരു വില്ലേജ് എക്സ്പീരിയൻസും കാര്യങ്ങളാണ് നമുക്ക് അവിടെ ഉള്ളത്. 2-ാമത്തെ ദിവസം രാത്രി കഴിഞ്ഞ് 3-ാമത്തെ ദിവസം രാവിലെ നമ്മൾ സാറ്റി വില്ലേജിലെ വീടുകളിൽ ചെല്ലുന്നു. നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള വീടുകളിലെ റൂമുകളിൽ നമ്മൾ ചെന്ന് ചെക്ക് ഇൻ ചെയ്യുന്നു. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ഒരു പാക്കേജ് എടുക്കുന്ന സമയത്ത് പല ഓപ്ഷനുകൾ അവർ തരുന്നുണ്ട്. ഒന്ന് നിങ്ങൾക്ക് കോമൺ ആയിട്ടൊരു ബാച്ചിലർ അക്കോമഡേഷൻ പോലെ, അല്ലെങ്കിൽ ഒരു ഡോർമെറ്ററി പോലെ എല്ലാവരും കൂടി താമസിക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ബാത്റൂമും കാര്യങ്ങളൊക്കെ പുറത്തായിരിക്കും. ബഡ്ജറ്റും അഫോർഡബിൾ ബഡ്ജറ്റാണ് വരുന്നത്. പക്ഷേ നിങ്ങളൊരു ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു റൂം വേണമെന്നുണ്ടെങ്കിൽ അവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് റൂം അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു വീട്ടിൽ തന്നെ നമ്മൾ താമസിച്ചത് അവിടുത്തെ ഒരു ലോക്കൽസിൻ്റെ വീട്ടിലാണ്. ആ വീട്ടിൽ തന്നെ ഏകദേശം 4 ബെഡ്റൂമാണ് ഉണ്ടായിരുന്നത്. അതായത് 4 ഡിഫറെൻറ്റ് ഫാമിലികൾ ആ വീട്ടിൽ താമസിക്കും. പക്ഷേ ഈ 4 ഫാമിലിക്കും കൂടിയിട്ട് ഒരു ബാത്റൂമേ ഉള്ളൂ എന്ന് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാത്റൂം സൗകര്യങ്ങളൊക്കെ നമ്മൾ പോകുന്ന ട്രാവൽ ചെയ്യുന്ന ഗ്രൂപ്പിൽ 4 ഫാമിലിയായിട്ട് നമ്മൾ ഒരു ടൈമോ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളവിടെ യൂസ് ആക്കാനായിട്ടുള്ളത് കേട്ടോ. ഇതിനും എക്സാക്റ്റ് എത്രയാണ് ബഡ്ജറ്റ് എന്നുള്ളത് ഞാൻ ബഡ്ജറ്റിൻ്റെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത 2 ദിവസം ഇവരുടെ കൂടെ കംപ്ലീറ്റ് ഈ ഗ്രൂപ്പ് ടൂറും കാര്യങ്ങളാണ് വരുന്നത്. ആ 2 ദിവസത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ നമ്മുടെ ഡേ 3 രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. 9 മണിക്കാണ് ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് പുറപ്പെടാമെന്നാണ് അവർ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 7:30-8 o'clock കൂടിയിട്ട് ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ, നമ്മൾ ലോക്കൽസിൻ്റെ വീട്ടിലാണല്ലോ താമസിക്കുന്നത്, അവിടുത്തെ ആളുകൾ നമുക്കുള്ള ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ തരും. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ടെൻഷൻ അടിക്കുന്ന ആവശ്യമില്ല. കസക്കിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഇന്ത്യക്കാർക്ക് കഴിക്കാവുന്ന തരത്തിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ്. രാവിലെ തന്നെ ഒരു ഓട്സിൻ്റെ തരത്തിലുള്ള ഒരു കഞ്ഞി, അല്ലെങ്കിൽ നമ്മുടെ ചോറ് പായസം പോലത്തെ ഒരു സംഭവം, അങ്ങനെ പിന്നെ കുറച്ച് ബ്രെഡ്, ജാം കാര്യങ്ങളൊക്കെ. പിന്നെ ചായയൊക്കെ അവരുടെ മെയിൻ സാധനമാണ് കേട്ടോ. കാപ്പി കിട്ടാൻ സാധ്യത കുറച്ച് കുറവാണ്. പക്ഷേ ചായ, ബ്ലാക്ക് ടീ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും. അതും വലിയൊരു കോപ്പയിലൊക്കെയാണ് അവർ തരുന്നത്. അങ്ങനെ അവർ ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ്. പ്രത്യേകം പറഞ്ഞല്ലോ, നമുക്ക് കസാഖിസ്ഥാനിലെ ആളുകൾക്ക് ഇന്ത്യക്കാരോട് പൊതുവേ നല്ല ഇഷ്ടമുള്ള ആളുകളാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി സംഭവങ്ങളൊക്കെ നമുക്ക് ഭയങ്കര സംഭവമായിരുന്നു. അവിടുത്തെ അമ്മമ്മ നമ്മളോട് അവരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം 9 മണിക്ക് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം പോകുന്നത് കൈൻഡിയിലേക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നത് വലിയൊരു ബസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇന്ന് രാവിലെ പിക്ക് ചെയ്യാൻ വന്നിട്ടുള്ളത് ഓഫ് റോഡ് പോകുന്ന, പഴയ ഒരു USSRൻ്റെ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന പോലത്തുള്ള ഒരു ഓഫ് റോഡ് പോകുന്ന പോലത്തെ ഒരു മിനി ബസ്സാണ്, ഒരു ടെമ്പോ പോലത്തെ ഒരു വണ്ടിയാണ് വന്നിട്ടുള്ളത്. പക്ഷേ അത് ഓഫ് റോഡൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള അത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി വണ്ടിയാണ് കേട്ടോ. കാരണം നമ്മൾ താമസിക്കുന്ന സാറ്റി വില്ലേജിൽ നിന്ന് കൈൻഡി ലേക്കിൻ്റെ ഓൾമോസ്റ്റ് മലയുടെ അടിവാരം വരെ എത്തണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മഞ്ഞും കുണ്ടും കുഴിയും ചെളിയൊക്കെ നിറഞ്ഞിട്ടുള്ള ഭീകരമായിട്ടുള്ള ഓഫ് റോഡാണ്. ഒരു 15-20 മിനിറ്റ് ഭയങ്കര ഓഫ് റോഡാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ, അങ്ങനെ തീരെ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പറയണം. കാരണം ഇത് അത്യാവശ്യം സ്പീഡിലാണ് ഇവർ പോകുന്നുണ്ടാവുക. കാരണം അവർക്ക് സ്പീഡ് കുറച്ച് പോയി കഴിഞ്ഞാൽ വണ്ടി അവിടെ സ്റ്റക്ക് ആവുമെന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് 9 മണിക്ക് പുറപ്പെട്ട് ഏകദേശം 9:15, 9:30, 10 മണിയോട് കൂടിയിട്ട് നമ്മൾ കൈൻഡി ലേക്കിൻ്റെ മലയുടെ അടിവാരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ കസക്കിസ്ഥാനിൽ ചെയ്തത്. അതായത് അവിടെ 3 ഓപ്ഷൻ നമുക്കുണ്ട്. ഒന്ന്, നമുക്ക് ഒരു കുതിരയുടെ പുറത്ത് കയറിയിട്ട് ഈ മലയെല്ലാം കയറി താഴത്തോട്ട് ഇറങ്ങി കൈൻഡിയിലേക്ക് കാണാനായിട്ട് കുതിരപ്പുറത്ത് പോവാം. രണ്ടാമത്തെ ഓപ്ഷൻ, നിങ്ങൾക്ക് ട്രക്കിംഗ് ആണ് താല്പര്യം, നിങ്ങൾക്ക് നടന്നു പോകാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടന്ന് നമ്മൾ ബസ് ഇറക്കിയ സ്ഥലത്ത് നിന്ന് കൈൻഡി ലേക്കിലേക്ക് നടന്നു പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൂന്നാമത്, നിങ്ങൾക്ക് കുതിരമേ കയറാനും പറ്റില്ല, നടന്നു പോകാനും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 കിലോമീറ്റർ
ഏകദേശം 1 കിലോമീറ്റർ ഇവർ നിങ്ങൾ തന്നെ ഈ വന്ന ബസ്സിൽ തന്നെ എക്സ്ട്രാ കൊണ്ടുവന്നാക്കും. നമ്മൾ ഏകദേശം കുറച്ച് ചാർജ് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെ ഇറങ്ങിയിട്ട് പിന്നെയും നമ്മൾ ഒരു അരമുക്കാൽ കിലോമീറ്റർ നമ്മൾ ഈ മല കയറി ഇറങ്ങേണ്ടത് നമ്മൾ നടന്ന് തന്നെ കയറി ഇറങ്ങണം കേട്ടോ. ഇങ്ങനെ 3 ഓപ്ഷനാണ് ഉള്ളത്. നമ്മൾ അതിൽ തിരഞ്ഞെടുത്തത് കുതിരപ്പുറത്ത് പോകാനുള്ളൊരു ഓപ്ഷനാണ് തിരഞ്ഞെടുത്തത് കേട്ടോ. കുതിരപ്പുറത്ത് പോകുന്നതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ നമ്മുടെ ബഡ്ജറ്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം ആയിട്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ട കിടിലൻ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഒരു മഞ്ഞുമലയുടെ മുകളിലൂടെ നമ്മളിങ്ങനെ കുതിരപ്പുറത്ത് കയറി, അത് നിങ്ങൾ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മലയുടെ ഒക്കെ എഡ്ജിൻ്റെ അടുത്തോടെയാണ് ഇവരിങ്ങനെ കുതിര നടന്ന് പോകുന്നത് കേട്ടോ. കുതിരയ്ക്ക് നല്ല കൺട്രോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും വെൽ ട്രെയിൻഡ് ആയതുകൊണ്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫാമിലി ആയിട്ടാണ് പോയത്. നമ്മൾ 4 പേർക്ക് കൂടിയിട്ട് നമ്മൾ 3 കുതിരയാണ് എടുത്തത് കേട്ടോ. കാരണം നമ്മുടെ താഴെയുള്ള മകൻ ഒരു 7 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അവനെ സെപ്പറേറ്റ് ഒരു കുതിരയും ഇരുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മുടെ കൂടെ തന്നെയാണ് ഇരുത്തിയത്. പക്ഷേ ഒരു 11-12 വയസ്സായ മകളൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് കുതിരപ്പുറത്ത് പോയത്. അപ്പോൾ അത് നിങ്ങൾ ഫാമിലി ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പോലും കുട്ടികളെ തന്നെ കുതിരപ്പുറത്ത് ഇരുത്താനൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ കുതിരകളെല്ലാം വെൽ ട്രെയിൻഡ് ആണ്. പ്ലസ് അവരുടെ ഒരാൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ചെയ്യും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 30-40 മിനിറ്റ്സ് ഈ മലയുടെ അടിവാരത്ത് നിന്ന് ഒരു മല കയറി ഇറങ്ങി നമ്മൾ കൈഞ്ചിയിലേക്ക് വരെ കാണാൻ പോകുന്നു. അവിടെ ചെന്ന് അവർ നമ്മളെ താഴെ ഇറക്കുന്നു. കയറാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ അപ്പാപ്പന്മാർ ഇവിടെ കൂടെയുള്ള കുതിരയുടെ കൂടെയുള്ള ആളുകൾ അവർ നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്യും. ഒരു 75-80 വയസ്സുള്ള ആളുകളൊക്കെ പോലും വളരെ എളുപ്പത്തിൽ ഇവർ പൊന്തിച്ച് വയ്ക്കുന്നതും കുതിരയിൽ നിന്ന് സൂക്ഷിച്ചിറക്കുന്നതൊക്കെ നമ്മൾ കാണാനിടയായി. അപ്പോൾ അതുകൊണ്ട് ട്രാവലിങ്ങിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഓഫ് റോഡ് നിങ്ങൾ കംഫർട്ടബിളായിട്ട് എത്തിയെന്നുണ്ടെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് നമുക്ക് ഈ കുതിരപ്പുറത്ത് പോകാനില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കൈൻഡിലേക്ക് ചെല്ലുന്നു. മഞ്ഞിൽ തണുത്തുറഞ്ഞു കിടക്കുന്ന വലിയൊരു തടാകം, കിടിലൻ സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ്. 1911 വലിയൊരു ഭൂമികുലുക്കവും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ് കൈൻഡി ലേക്ക് എന്ന് പറയുന്നത്. അതിനകത്തുള്ള മരങ്ങളൊക്കെ ഇന്നും അങ്ങനെ മരിച്ചുപോയ മരങ്ങളൊക്കെ ഇന്നും ഉറച്ച് ആ മഞ്ഞിൽ ഇങ്ങനെ ഉറച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊരു കിടിലൻ സ്ഥലമായിരുന്നു. നിങ്ങൾ കണ്ടിരിക്കേണ്ട സ്ഥലമാണ് കൈൻഡി ലേക്ക് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കൈൻഡി ലേക്ക് എന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് 12:30-1 മണിയോട് കൂടിയിട്ട് ഇവർ തിരിച്ച് നമ്മളതിനെ ആ ബസ്സിൽ ഓഫ് റോഡ് പോയി ആ വണ്ടി തന്നെ എടുത്ത് നമ്മളെ തിരിച്ച് നമ്മൾ വില്ലേജിൽ താമസിച്ച വീട്ടിൽ നമ്മളതിനെ തിരിച്ച് ഇവർ കൊണ്ടുവന്നാക്കുന്നു. അവിടെ നമുക്ക് ഏകദേശം എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു 1 മണി 1:30 കൂടിയിട്ട് വില്ലേജിലെത്തി. അവിടെ നിന്ന് ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു 3 മണി 2:30-3 മണിയോട് കൂടിയിട്ട് നമ്മൾ കോൾസായ് ലേക്ക് കാണാൻ പോകുന്നു. കോൾസായ് ലേക്ക് ഇതുപോലുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു കിടിലൻ ലേക്കാണ് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 3:30 കൂടിയിട്ട് കോൾസായ് ലേക്കിലെത്തുന്നു. അതിനുശേഷം 3:30 മുതൽ ഏകദേശം ഒരു 6 മണി വരെ നമുക്ക് കോൾസായ് ലേക്കിൽ ടൈമും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. കോൾസായ് ലേക്കിലും ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് 3 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് കുതിരപ്പുറത്ത് വേണമെങ്കിൽ. ഈ കോൾസായ് ലേക്കിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടാണ് പോകുന്നത്. കോൾസായ് ലേക്കിൽ ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഉണ്ട്. കുതിരപ്പുറത്ത് പോകാം, വണ്ടിയിൽ പോകാം, ഒരു കോമ്പി വണ്ടിയുണ്ട് അതിൽ പോവാം, അല്ലെങ്കിൽ നടന്നും പോവാം. പക്ഷേ വലിയൊരു ദൂരം നമുക്ക് പറയാനില്ല. ഒരു 1/4 കിലോമീറ്റർ മാക്സിമം ഉണ്ടാവും. പക്ഷേ അത് സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴത്തോട്ട് പോയതിന് ശേഷമാണ് നമ്മൾ കോൾസായിലേക്ക് കാണുന്നത്. നമ്മൾ സെലക്ട് ചെയ്ത ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് താഴത്തോട്ട് നമ്മൾ നടന്ന് വരികയും, കാരണം സ്റ്റെപ്പ് ഇറങ്ങി വരില്ലേ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. താഴെ വന്ന് കോൾസായിലേക്കും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് അവിടെ നമുക്ക് അത്യാവശ്യം ട്രക്കിങ്ങിന് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് റീലും കാര്യങ്ങളൊക്കെ എടുത്തത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൊടുത്തിട്ടുണ്ട്. SR വ്ളോഗ്സ് ദുബായ് എന്ന് പറഞ്ഞിട്ട്. ആ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കയറി നോക്കിക്കോ, റീൽസ് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ പോയി നമ്മൾ ഒരുപാട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മൾ കോമ്പി വണ്ടിയിലാണ് വന്നത് കേട്ടോ. ഒരാൾക്ക് ചെറിയൊരു പൈസ മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് നമ്മൾ ബഡ്ജറ്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ മലയുടെ അടിയിൽ നിന്ന് ഏറ്റവും മുകളിൽ നമ്മൾ ബസ് കയറാൻ വന്ന സ്ഥലത്ത് അവർ തിരിച്ച് നമ്മളെ കൊണ്ടുവന്നാക്കുന്നു. ഒരു 5 മണി 5:30 കൂടിയിട്ട് ഇവർ നമ്മളതിനെ തിരിച്ച് ബസ്സിൻ്റെ അടുത്ത് കൊണ്ടാക്കുന്നു. അതിനുശേഷം നമ്മൾ ഏകദേശം ഒരു 6:30-7 മണിയോട് കൂടി തിരിച്ച് നമ്മുടെ വില്ലേജിൽ നമ്മൾ താമസിച്ച സ്ഥലത്ത് എത്തുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമുക്ക് അവിടെ ഡിന്നർ ടൈമാണ് വരുന്നത്. ഡിന്നർ കഴിഞ്ഞതിന് ശേഷം അന്ന് അവിടെ ഒരു ക്യാമ്പ് ഫയറും കാര്യങ്ങളും ഈ ടൂർ കമ്പനി ഓർഗനൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും മേടിച്ചുകൊണ്ട് പോകാം. ആൽക്കഹോൾ, ലിക്കർ, ഡ്രിങ്ക്സ്, എന്ത് സംഭവങ്ങളും നമുക്ക് എന്തൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടോ അതൊക്കെ കഴിക്കാൻ പറ്റിയ കടയിൽ അവർ നിർത്തി തരും. അവിടെ നിന്ന് നമുക്ക് മേടിച്ചിട്ട് ഈ ക്യാമ്പ് ഫയറിന് കൊണ്ടുപോകാം. ക്യാമ്പ് ഫയർ നടത്താനുള്ളൊരു ഏരിയയും ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കി തരും. മ്യൂസിക്കൊക്കെ ഉണ്ടാവും. പക്ഷേ മ്യൂസിക് ഈ പറഞ്ഞ പോലെ ഒരു 90% 95% റഷ്യൻ മ്യൂസിക്കാവും ഉണ്ടാവുക. പക്ഷേ പിറ്റേ ദിവസം രാവിലെ 7:30 അവർ അവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നു നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാമ്പ് ഫയറിന് നമ്മൾ പോയില്ല. കാരണം കുട്ടികളൊക്കെ ഓൾറെഡി ടയേർഡ് ആയതുകൊണ്ടും പിറ്റേ ദിവസം രാവിലെ 7:30 നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ചെക്കൗട്ട് ചെയ്ത് റെഡിയായി നിൽക്കേണ്ടതായതുകൊണ്ടും നമ്മൾ ക്യാമ്പ് ഫയറിന് പോയില്ല. പക്ഷേ നന്നായിരുന്നു എന്ന് പോയ ആളുകൾ നമ്മുടെ അടുത്ത് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ ഡേ 4ലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. പറഞ്ഞതുപോലെ രാവിലെ 7:30 നമ്മളെ പിക്ക് ചെയ്യാൻ വണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 7:30 മുൻപ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ താമസിച്ച ആ വില്ലേജിലെ ആ ഒരു ലോക്കൽ വീടിനോട് വിട പറഞ്ഞ് ആ ചേച്ചിയോട് അമ്മാമ്മോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ 7:30 അവിടെ നിന്ന് ബസ് കയറി നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നത് 3 കാനയോൺസാണ് നമ്മൾ ഇന്ന് കാണുന്നത് കേട്ടോ.
കിഡിലൻ കാനിയോൺസ് ആണ്. ഏകദേശം 154 കിലോമീറ്ററാണ് കാനിയോണിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. കാനിയോൺ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. പണ്ട് മുതലേ ഇങ്ങനെ വെള്ളമൊക്കെ ഒലിച്ചു പോയി, വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി, ഇടിഞ്ഞിടിഞ്ഞ് മണ്ണൊക്കെ ഇടിഞ്ഞു പോയി പ്രകൃതി ഉണ്ടാക്കിയെടുത്ത ഒരു കരവിരുത്, ഒരു വിസ്മയം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം കേട്ടോ. കാനിയോൺ 3 കാനിയോണാണ് കാണുന്നത്. ഒന്ന് ഷെരിൽ കാനിയോൺ, ബ്ലാക്ക് കാനിയോൺ, മൂൺ കാനിയോൺ കാണുന്നത്. ഫസ്റ്റ് നമ്മൾ പോയത് ബ്ലാക്ക് കാനിയോൺ കാണാൻ വേണ്ടിയിട്ടാണ്. ബ്ലാക്ക് കാനിയോൺ നമുക്ക് എല്ലാവരും ഒരു ഫോട്ടോ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് മാത്രമേ അവർ ബസ് സ്റ്റോപ്പ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ബ്ലാക്ക് കാനിയോണിന് ശേഷം നമ്മൾ മൂൺ കാനിയോണിലും പോയി. മൂൺ കാനിയോണിലും നമുക്ക് ഏകദേശം ഇതുപോലെ ഒരു 30 to 40 മിനിറ്റ്സ് ടൈം അവർ നമുക്ക് തന്നു. നമുക്ക് നടന്ന് കാര്യങ്ങളൊക്കെ കാണാനും ഒരുപാട് ഫോട്ടോ എടുക്കാനും. അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഷിംബുലാക്കിൽ ഒരു ഡ്രോൺ ഷോട്ട് പറഞ്ഞതുപോലെ ഇവിടെ ഗോപ്രോയിൽ 360 ഡിഗ്രി കറങ്ങുന്ന ഒരു കിഡിലൻ ഷോട്ട് നമ്മൾ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ആ ഷോട്ടിൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പേജിൽ പോയാലും കാണാം, അല്ലെങ്കിൽ നമ്മുടെ വ്ളോഗിൻ്റെ ട്രാവൽ സീരീസിൽ പോയാലും നിങ്ങൾക്ക് അത് കാണാം കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എത്രയാണെന്നുള്ളത് ബഡ്ജറ്റിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫോട്ടോ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ മൂൺ കാനിയോണിൽ നിന്ന് അടുത്ത് നമ്മൾ പോകുന്നത് ഷെരിൽ കാനിയോൺ കാണുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ രാവിലെ 7:30 നമ്മൾ വില്ലേജിൽ നിന്ന് രാവിലെ പുറപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, ആ ടൈമിൽ നമ്മൾ ലഞ്ച് ആ വില്ലേജിൽ നിന്നാണ് മേടിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം തന്നെ ടൂർ കമ്പനിക്കാർ നമ്മളോട് പറഞ്ഞിരുന്നു നെക്സ്റ്റ് ഡേ നമ്മൾ പോകുന്ന സമയത്ത് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് നമുക്ക് ഹോട്ടൽസും കാര്യങ്ങളൊന്നും കാണാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ലഞ്ച് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. അതിന് എക്സ്ട്രാ ചാർജ് നമ്മൾ കൊടുക്കേണ്ടതാണെന്ന് അവർ പറഞ്ഞു. അങ്ങനെ നമ്മൾ 3 ലഞ്ച് ബുക്ക് ചെയ്തിരുന്നു. പക്ഷെ അത് രാവിലെ തന്നെ 7:30 നമ്മൾ കളക്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ഏകദേശം മൂൺ കാനിയോണും ബ്ലാക്ക് കാനിയോണും കണ്ടതിന് ശേഷം ഏകദേശം ഒരു ഉച്ചയോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഷെരിൽ കാനിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള കസക്കിസ്ഥാനിലെ ഒരു വിസ്മയം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിച്ചേരാണ് കേട്ടോ. ഇവിടെ ഏകദേശം നമുക്കൊരു 2-3 മണിക്കൂർ സമയം അവർ തരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സൈഡ് നമുക്ക് 2.5 കിലോമീറ്റർ ദൂരം നമുക്ക് ഈ കാനിയോണിൻ്റെ ഉള്ളിലൂടെ നടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ, ഷെരിൽ കാനിയോണ്ട്. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങി നമുക്ക് ഇവിടെ 3 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നാമത്തേത് ഈ കാനിയോണിൻ്റെ മുകളിലൂടെ ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാനിയോണിൻ്റെ ഏറ്റവും താഴെയുള്ളൊരു പോയിൻറ്റിൻ്റെ ഓൾമോസ്റ്റ് അവിടെ വരെ നമുക്ക് ചെല്ലാനായിട്ട് സാധിക്കും. ഇത് ഭയങ്കര എളുപ്പമുള്ള റൂട്ടാണ്, വലിയ സ്ട്രെയിറ്റ് ആയിട്ട് നിരപ്പായ ഒരു സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ ഉള്ളത് അവിടെ നിങ്ങൾക്ക് ഒരു ടാക്സി സർവീസ് പോലുള്ള ഒരു കോമ്പി വണ്ടികളുടെ സർവീസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കയറി താഴെ വരെ പോവാം, താഴെ നിന്ന് തിരിച്ചും നിങ്ങൾക്ക് കയറി വരാവുന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് നടന്നു പോയിട്ട് നടന്ന് തന്നെ തിരിച്ചു വരാനായിട്ട്. നമ്മൾ സെലക്ട് ചെയ്തത് നമ്മളിവിടെ ബസ് ഇറങ്ങിയതിന് ശേഷം ഒരു 2.5 കിലോമീറ്റർ, ഒരു 40 മിനിറ്റ്സ് 50 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മൾ തീർച്ചയായിട്ടും നടന്ന് ചെല്ലാവുന്ന ദൂരമേ ഉള്ളൂ. നമ്മൾ അത്രയും ദൂരം നമ്മൾ നടന്നു പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ്, റീല് കാര്യങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിലും ഈ കാഴ്ചകൾ മുഴുവൻ വ്യക്തമായി അടുത്ത് പോയി കാണണമെന്നുണ്ടെങ്കിലും നടന്നു പോകാൻ എളുപ്പം. അടുത്തോട്ട് പോകുന്ന സമയത്ത് നടക്കുകയാണ് എളുപ്പം എന്നാണ് ഗൈഡ് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് താഴോട്ട് പോകുന്നത് താഴോട്ട് സ്ലോപ്പാണ്. നമ്മൾ തിരിച്ച് കയറി വരുമ്പോൾ ഇത് മുഴുവൻ നമുക്ക് വലിയ കയറ്റമായിട്ട് കാണുകയും ചെയ്യുമെന്ന് പറയില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴത്തോട്ട് നടന്നു പോയി ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെ ചെന്ന് ഏറ്റവും താഴെ നമുക്കൊരു നദി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്, ഒരു മലയുടെ അടിയോടെ കിടലിനായിട്ട് നദി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനും ഇരിക്കാനും റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളും സൗകര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്. ആകെ നമുക്കില്ല എന്ന് പറയുന്നത് അവിടെ വേസ്റ്റും കാര്യങ്ങളും ഇടാനുള്ള സൗകര്യമില്ല. നമ്മൾ കൊണ്ടുപോകുന്ന ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ തിരിച്ച് മുകളിൽ കൊണ്ടുവന്ന് നമ്മുടെ ബസ് നിർത്തിയ സ്ഥലത്ത് തന്നെ തിരിച്ച് നമ്മൾ കൊണ്ടിടണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കസക്കിസ്ഥാൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലവും ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ എവിടെയും നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കച്ചറയും കാര്യങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ ചെന്ന് എന്തെങ്കിലും കച്ചറാക്കി കഴിഞ്ഞാൽ ഫൈൻ ഉണ്ട് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ താഴെ ചെന്ന് ഭക്ഷണം കഴിഞ്ഞു. നമ്മളവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം അവിടെ നിന്ന് തിരിച്ച് ഒരു കോമ്പി വണ്ടിയിൽ ബസ് ഇറക്കി വിട്ട സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നു. ആ വണ്ടി യാത്ര ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 സൈഡും നിങ്ങൾ ഒരിക്കലും നടക്കരുത്. കാരണം ഒരു സൈഡ് നടന്നു പോകുമ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ എല്ലാ കാഴ്ചകളും കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് പോകാം. തിരിച്ചു വരുമ്പോൾ ആ കാനിയോണിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു വണ്ടിയുടെ യാത്ര നിങ്ങൾക്ക് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കിടിലനായിരിക്കും. അത് നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എപ്പിസോഡിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കയറി കണ്ടു നോക്കിട്ടോ. കാരണം പല സ്ഥലങ്ങളിലും രണ്ട് പാറക്കെട്ടിൻ്റെ നടുവിലൂടെ ഈ വണ്ടി പോകുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയ നാരോ ഗ്യാപ്പ് മാത്രമേ വണ്ടിയും പാറയും തമ്മിലുള്ളൂ. നമുക്കിങ്ങനെ കൈകൊണ്ട് വേണമെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ മുകളിലുള്ള പാറയുമ്പോൾ നമുക്ക് തൊടാൻ പറ്റും. അത്രയും എന്താ പറയുക അമേസിംഗ് ആയിട്ടുള്ള ലൊക്കേഷൻ കൂടെയാണ് നമ്മൾ കൊണ്ടുപോയിട്ട് മുകളിൽ എത്തിക്കുന്നുണ്ട്. അത് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയുക കിടിലൻ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എല്ലാവർക്കും തോന്നിയിട്ട്. കാരണം ഓപ്പൺ വണ്ടിയാണ്. നമ്മൾ വണ്ടിയുടെ ബാക്കിൽ നമ്മൾ ടെമ്പോ പോലത്തെ ഒരു വണ്ടിയുടെ ബാക്കിൽ സീറ്റുകൾ വെച്ചിട്ട് നമ്മൾ ഇരിക്കി നിൽക്കുകയൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്ന കിടിലൻ ഒരു സംഭവമാണ്. അങ്ങനെ കാറ്റൊക്കെ അടിച്ചിട്ട് യാത്ര ചെയ്യാന്ന് പറഞ്ഞു. ഈ ഷെരിൽ കാനിയോണിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം അവർ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ ബസ്സിൻ്റെ അവിടെ വരുന്നു. അവിടെ നിന്ന് നമ്മൾ കുറച്ച് സ്നാക്സും ഭക്ഷണവും കാര്യങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് അൽമാട്ടി സിറ്റിയിലേക്ക് ഏകദേശം 2-3 മണിക്കൂർ യാത്ര ചെയ്ത് ഏകദേശം ഒരു ഉച്ച തിരിഞ്ഞ് ഒരു 5:30-6 മണിയോട് കൂടിയിട്ട് നമ്മൾ അൽമാട്ടി സിറ്റിയിലേക്ക് നമ്മൾ പുറപ്പെട്ട അതേ സ്ഥലത്ത് തന്നെ നമ്മളിവിടെ തിരിച്ചു കൊണ്ടുവന്നാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ ആ ഒരു ലോക്കൽ ടൂറിൻ്റെ പാക്കേജ് കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തിരിക്കേണ്ട, കസക്കിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു.
അതിനുശേഷം നമ്മൾ അന്ന് സ്റ്റേ ബുക്ക് ചെയ്തിരുന്നത് കസാക്കിസ്ഥാനിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കസാക്കിസ്ഥാൻ ഹോട്ടലിലാണ് കേട്ടോ. ഒരുപാട് സെലിബ്രിറ്റികൾ, രാഷ്ട്രീയക്കാർ, പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ലോകത്തിലെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആളുകൾ താമസിച്ചിട്ടുള്ള കസാക്കിസ്ഥാനിലെ ഫേമസ് ആയിട്ടുള്ള കസാക്കിസ്ഥാൻ ഹോട്ടലിലാണ് നമ്മളിന്ന് താമസിക്കുന്നത്. കിടിലൻ ഹോട്ടലായിരുന്നു കേട്ടോ. ഈ കസാക്കിസ്ഥാൻ ഹോട്ടലും നമ്മൾ ആദ്യം താമസിച്ച റിനൈൻസൻസ് റെസിഡൻസിയും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിനൈൻസൻസിന് കുറച്ച് ബഡ്ജറ്റ് കുറവായിരുന്നു, നമുക്ക് കസാക്കിസ്ഥാൻ ഹോട്ടൽ കുറച്ച് ചാർജ് കൂടുതലാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ബെഡും കാര്യങ്ങളൊക്കെ കസാക്കിസ്ഥാൻ ഹോട്ടലിൽ കുറച്ച് ഫാർ ബെറ്റർ ആയിരുന്നു. നമുക്ക് നല്ല ലക്ഷറി ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ റൂമിൻ്റെ സൗകര്യമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിനൈൻസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 1 BHK അപ്പാർട്ട്മെൻറ്റിൽ അത്രയും സൗകര്യം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്കൊരു നോർമൽ ഒരു ഹോട്ടൽ റൂം പോലെ തന്നെയാണ് കസാക്കിസ്ഥാൻ ഹോട്ടൽ ഉണ്ടായിരുന്നത്. പക്ഷേ കസാക്കിസ്ഥാൻ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ സൂപ്പർവായിരുന്നു. നമ്മളവിടെ സ്റ്റേ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ കസാക്കിസ്ഥാൻ ഹോട്ടലിൽ നിന്ന് ഗ്രീൻ ബസാർ, അസെൻഷൻ കത്തീഡ്രൽ പോലുള്ള നമുക്ക് കണ്ടിരിക്കേണ്ട സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് നടക്കാവുന്ന ഒരു ദൂരം തന്നെ ഉള്ളൂ കേട്ടോ നമുക്ക് കസാക്കിസ്ഥാൻ ഹോട്ടലിൽ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. മറ്റേത് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടുള്ളൊരു ഹോട്ടലാണെന്ന് മാത്രം. അങ്ങനെ നമ്മൾ അവിടെ താമസിക്കുന്നു. അന്ന് രാത്രി നമ്മൾ ഈ കത്തീഡ്രലും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പുറത്തു പോയെങ്കിൽ പോലും കത്തീഡ്രൽ ഏകദേശം 7 മണിക്ക് ക്ലോസ് ആക്കിയതുകൊണ്ട് കാണാൻ സാധിച്ചില്ല. അന്ന് രാത്രി കസാക്കിസ്ഥാൻ ഹോട്ടലിലെ തൊട്ടടുത്ത് തന്നെ നവാത്ന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലുണ്ട് കേട്ടോ. അവിടുത്തെ ഒരു ട്രഡീഷണൽ ഹോട്ടലാണ്. അത്യാവശ്യം നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള കിടിലൻ ഹോട്ടലാണ് കേട്ടോ. അവിടെ പോയി നമുക്ക് ഒരുപാട് ട്രഡീഷണൽ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് പോയി കഴിക്കണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ പാർസൽ മേടിച്ചുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ ഹോട്ടലിന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് ഹോട്ടലിലേക്ക് നമ്മൾ പാർസലും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ അവിടെ നിന്നുള്ള കുതിരിറച്ചി, ഒരുപാട് വിശിഷ്ട വിഭവങ്ങൾ, സംഭവങ്ങളൊക്കെ ഒരുപാട് വെറൈറ്റി ഫുഡ് നമ്മൾ നവാത്തിന ഹോട്ടലിൽ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ എണീക്കുന്നു. കസാക്കിസ്ഥാൻ ഹോട്ടലിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ അസെൻഷൻ കത്തീഡ്രൽ, ഗ്രീൻ ബസാർ, കുതിരർച്ചയൊക്കെ വിൽക്കുന്ന അവരുടെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെയാണ്. അതെല്ലാം പോയി കാണുന്നു. ഏകദേശം നമ്മളൊരു ഉച്ചയോട് കൂടിയിട്ട് നമ്മൾ കസാക്കിസ്ഥാൻ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് 12 മണിയോട് കൂടി ചെക്കൗട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരെ പോകുന്നത് ഓയിക്കുറാഗെ എന്ന് പറഞ്ഞിട്ടുള്ള ട്രീ ഹൗസ് റിസോർട്ടിലേക്കാണ് കേട്ടോ. കസാക്കിസ്ഥാനിൽ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കേണ്ട, താമസിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സംഭവങ്ങളൊന്നാണ് ഓയിക്കുറാഗെ എന്ന് പറഞ്ഞിട്ടുള്ള മൗണ്ടൻ ട്രീ റിസോർട്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഏറുമാടങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഈ ഏറുമാടത്തിൻ്റെ ഒരു ഡിഫറെൻറ്റ് വേർഷനാണ് ഈ സംഭവം. ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു വീടുണ്ടാക്കി വെച്ചിട്ട് ആ മരത്തിന് താഴെ ആ മലയിൽ മുഴുവൻ മഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ വ്ളോഗിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, പോയി നോക്കും. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒരു ഏറുമാടത്തിൽ താമസിക്കുന്നു, ചുറ്റും മഞ്ഞ്, സ്കീയിങ് കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്യുന്നു. ഒരുപാട് ആക്ടിവിറ്റിയുള്ള റിസോർട്ടാണ് കേട്ടോ. നമുക്ക് അതിനായിട്ട് വേറെ സ്ഥലത്തേക്ക് ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ സ്കീ ചെയ്യാൻ, റോപ്പിൽ പോവാൻ, ട്യൂബിൽ പോവാൻ, ഹോഴ്സ് റൈഡിങ് ചെയ്യാൻ, ഒരുപാട് ആക്ടിവിറ്റി സംഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 12:30-1 മണിയോട് കൂടിയൊക്കെ നമ്മൾ ഈ ഓയിക്കുറാഗെ സ്കീ റിസോർട്ടിൽ എത്തുന്നു. അവിടുത്തെ ചെക്ക് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ 3 മണി ആയതുകൊണ്ട് തന്നെ 3 മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ അവർ ഓഫീസിൽ വെച്ചതിന് ശേഷം നമ്മൾ അവിടുത്തെ കേബിൾ കാർ, മറ്റ് ആക്ടിവിറ്റികൾ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാനായി നമ്മൾ പോകുന്നു. അതിനുശേഷം 3 മണിയോട് കൂടി നമ്മൾ ചെക്കിനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവരുടെ തന്നെ വണ്ടിയിൽ നമ്മളെ നമ്മുടെ ട്രീ ഹൗസ് വരെ കൊണ്ടുവന്നാക്കുന്നു കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഒരു മരത്തിൻ്റെ മുകളിൽ നിങ്ങൾ വലിപ്പം സൗകര്യമൊക്കെ നോക്കണം, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നോക്കട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് ഇവിടെ പ്രൈസും കാര്യങ്ങളും മാറുന്നത്. നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത പോലെ ഒരു ആവറേജ് സൈസുള്ള റൂം നിങ്ങൾക്ക് എടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ട്രീ ഹൗസ് വേണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രൈസും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. നമ്മളെടുത്തതിൻ്റെ പ്രൈസും കാര്യങ്ങളും ബഡ്ജറ്റിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ പോകുന്നു. അവിടെ മഞ്ഞിൽ ഒരുപാട് കളിക്കാനും, റീൽസ് എടുക്കാനും, ഫോട്ടോസ് എടുക്കാനും, ആക്ടിവിറ്റികൾ ചെയ്യാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് സ്കീ ചെയ്യാൻ അറിയുന്ന ആളുകളാണ്, അല്ലെങ്കിൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അവിടെ സ്കീ ചെയ്യാനുള്ള ഗിയർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെൻ്റ് എടുക്കാനും അവിടെ രാവിലെയും രാത്രിയും നിങ്ങൾക്ക് സ്കീ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു റിസോർട്ടിൻ്റെ പ്രത്യേകത അതാണ്. നമ്മൾ രാത്രി ആയാലും പോലും ഏകദേശം ഒരു 12 മണി 1 മണി വരെയൊക്കെ ഇവരുടെ സ്കീയിങ്ങും കാര്യങ്ങളൊക്കെ അലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും സമയം നമുക്ക് നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. നമുക്ക് രാത്രിയും വേണമെങ്കിൽ ഒരു ഇരുട്ടുമില്ലാതെ എല്ലാ സ്ഥലത്തും ഇറങ്ങി നടക്കാനും കാഴ്ചകൾ കാണാനും കഴിയും. അതുപോലെ തന്നെ അവിടെ ഒരു ജോർജിയൻ റെസ്റ്റോറൻറ്റും ഒരു കസക്ക് ട്രഡീഷണൽ റെസ്റ്റോറൻറ്റും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ കസക്ക് ട്രഡീഷണൽ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയത്. അപ്പോൾ അവിടെ നിന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചു. അന്ന് രാത്രി നമ്മൾ ട്രീ ഹൗസിൽ സ്റ്റേ ചെയ്തു. ട്രീ ഹൗസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡബിൾ ബെഡ് താഴെ ഉണ്ടാവും. മുകളിൽ നമ്മൾ ട്രെയിനിൻ്റെ ഒക്കെ ബർത്ത് കാണുന്നത് പോലെ 2 സിംഗിൾ ബെഡാണ് വരുന്നത്. 4 പേർക്ക് താമസിക്കാവുന്ന റൂമാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ റിസപ്ഷനിൽ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് തന്നെ പറയണം, നിങ്ങൾക്ക് 4 പേർക്കും കിടക്കാവുന്ന ബെഡ് വേണമെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ബർത്ത് ഫിക്സ് ആക്കി തരുന്നതിന് വേണ്ടിയിട്ട് പറയണം. കാരണം നമ്മൾ
4 പേർക്കുള്ള റൂമാണ് ബുക്ക് ചെയ്തിരുന്നെങ്കിലും നമ്മളത് പറയാത്തതുകൊണ്ട് ഈ ബർത്ത് ഫിക്സ് ചെയ്തിരുന്നില്ല. പിന്നെ നമ്മൾ റൂമിൽ വന്നതിന് ശേഷം അവർ വിളിച്ചു പറഞ്ഞപ്പോൾ അവരുടെ ആളുകൾ വന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ബർത്തും കാര്യങ്ങളൊക്കെ കുളത്തൊക്കെ ഫിക്സ് ചെയ്ത് നമുക്ക് തരാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഒരു കിടിലനൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അത്തരത്തിലൊരു സ്റ്റേ നമ്മൾ പഴയ ആളുകളൊക്കെ ഏറുമാടത്തിലൊക്കെ താമസിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്നത്തെ കാലത്തെ ആളുകൾക്ക് അത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് വളരെ കുറവാണ്. രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഈ മഞ്ഞിലുള്ള ഒരു പ്രത്യേകതരം നിറച്ച് പൂടേക്കുള്ള ഒരു എണ്ണാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഈ നമ്മൾ താമസിക്കുന്ന കോട്ടേജിൻ്റെ മുൻപിലൊക്കെ ഓടി നടക്കുന്നുണ്ടാവും. ആളുകൾ സ്കീ ചെയ്യുന്ന സൗണ്ട് കാണാൻ നമുക്ക് റൂമിൽ നിന്നാൽ ചായ കുടിക്കുന്ന സമയത്തൊക്കെ ഈ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഒരുപാട് മരങ്ങളും പച്ചപ്പും മഞ്ഞൊക്കെ കണ്ട് ആഘോഷിക്കാനായിട്ട് നിങ്ങൾക്ക് അവിടെ സാധിക്കും. അങ്ങനെ നമ്മൾ 6ാമത്തെ ദിവസം ഈ ഓയിക്കുരാഗി സ്കീ റിസോർട്ടിൽ താമസമൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 10 മണി 11 മണിയോടുകൂടി നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് അൽമാട്ടി എയർപോർട്ടിലേക്ക് പോവാണ്. നമ്മൾ ഇന്ന് തിരിച്ച് അൽമാട്ടിയിൽ നിന്ന് അബുദാബിയിലേക്കുള്ള നമ്മുടെ ഫ്ലൈറ്റ് എടുക്കാനായിട്ടാണ്. ഇതിൽ അസ്താന എന്ന് പറഞ്ഞൊരു സ്ഥലം കൂടി പല ആളുകളും കവർ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. അസ്താന ഇവരുടെ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. നമ്മളിപ്പോൾ ദുബായിൽ നിന്ന് പോയ ആളുകളായതുകൊണ്ട് അവിടെ കൂടുതലും ഒരു സിറ്റി ലാൻഡ്സ്കേപ്പ്, ബിൽഡിങ്സ്, ആർക്കിടെക്ട്സ് കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ കാണാനുള്ളതെന്നാണ് നമ്മൾ ഒരുപാട് വീഡിയോകൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത്. പ്ലസ് നമുക്ക് അൽമാട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 16 മണിക്കൂറോളം ട്രെയിനിൽ യാത്രയുണ്ട്. അതുമാത്രമല്ല നമ്മൾ കണ്ട വീഡിയോയിലെല്ലാം ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നെറ്റ്വർക്ക് കവറേജും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും വൈഫൈ സൗകര്യം ഇല്ലാത്തതുകൊണ്ടും നമ്മൾ ഈ 16 മണിക്കൂർ നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല. അങ്ങനെ തന്നെ നമ്മൾ ട്രെയിനിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു 6 ദിവസത്തെ പാക്കേജിൻ്റെ ഉള്ളിൽ ഒരു 16 മണിക്കൂർ വൺ സൈഡ് ട്രാവൽ ചെയ്യുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ആഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ടൈമുണ്ട്. നിങ്ങളൊരു 6 ദിവസത്തിന് പകരം 8-10 ദിവസത്തിനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ട്രെയിൻ യാത്ര പരീക്ഷിക്കാനും സ്ഥാനയിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട്. ഇങ്ങനെ ഒരു 6 ദിവസത്തെ ഐറ്റിനറിയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടോ. ഇനി നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞതുപോലെ ഗ്രൂപ്പ് ടൂർ പോകാൻ താല്പര്യം ഇല്ലാത്ത ആളുകളാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഏകദേശം 50 പേരോളം ആ ബസ്സിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അത്രയും വലിയൊരു ഗ്രൂപ്പിൻ്റെ കൂടെ പോകാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷ സംസാരിക്കുന്ന, ഇംഗ്ലീഷ് സംസാരിക്കുന്ന അല്ലെങ്കിൽ മലയാളം സംസാരിക്കുന്ന ഗൈഡിൻ്റെ കൂടെ പോകണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അവിടെ പഠിക്കാൻ പോയിട്ടുള്ള മലയാളി പയ്യന്മാർ, MBBS മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോയിട്ടുള്ള പയ്യന്മാർ അവിടെ പാർട്ട് ടൈം ആയിട്ട് ഈ ഗൈഡിൻ്റെ പരിപാടി ചെയ്യുന്നുണ്ട്. കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും നമ്മുടെ കയ്യിൽ ഇല്ല. പക്ഷേ നമ്മൾ ഒരുപാട് പയ്യന്മാരെ നമ്മളവിടെ വെച്ച് വഴിയിൽ വെച്ച് കണ്ടു. ഒരുപാട് പേരോട് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ഒരു പാർട്ട് ടൈം ഇൻകം പോലെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് കമ്പാരിറ്റീവ്ലി നമ്മൾ പോയ ഗ്രൂപ്പ് ടൂർ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എക്സ്പെൻസ് കുറച്ച് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത്തരത്തിൽ പേഴ്സണലായിട്ട് പാക്കേജ് എടുക്കുന്ന സമയത്ത് അവർ നിങ്ങൾ തന്നെ ടോട്ടൽ പാക്കേജ് ആകുമ്പോൾ പറയുന്നുണ്ടാവും. അല്ലാതെ 2 ദിവസത്തെ വില്ലേജ് ട്രിപ്പ് മാത്രമായിട്ട് കൊടുക്കാൻ സാധ്യതയില്ല. കാരണം നമ്മൾ 1-2 ലോക്കൽ ഗൈഡ്സിൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് ഫുൾ ഒരു 4 days 5 days പാക്കേജ് ആണെന്നുണ്ടെങ്കിൽ അവർ വരാം, പക്ഷേ 2 days വില്ലേജ് മാത്രമാണെന്നുണ്ടെങ്കിൽ അവർ വരുന്നില്ല എന്നുള്ള ഒരു റിപ്ലൈ നമുക്ക് കിട്ടാനിടയുണ്ടായിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ 6 ദിവസത്തെ പാക്കേജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ട് അബുദാബിയിലേക്ക് യാത്ര ചെയ്ത് തിരിച്ച് വീണ്ടും നമ്മൾ അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 6 ദിവസത്തെ കിടിലൻ ഐറ്റിനറിയും കാര്യങ്ങളും നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയമുണ്ട്, കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. നമ്മൾ വിത്തിൻ 24 hours നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി ബഡ്ജറ്റും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബഡ്ജറ്റിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയി കണ്ടു നോക്കുക. നമ്മുടെ ട്രാവൽ സീരീസിൻ്റെ ഒരു 4 എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂടുതൽ ഇതുപോലെ വീഡിയോകൾ കാണുന്നതിനായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഷിജു തോമസ് സൈനിങ് ഓഫ് ഫ്രം SR Vlogs Dubai. Take care. Bye bye.